കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. വാസ്തുശാസ്ത്രം അനുസരിച്ചാണ് നമ്മളെല്ലാവരും ഗ്രഹം പണിയാറ്. ആ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗ്രഹം പണിതില്ല എങ്കിൽ പോലും എന്താണ് അവിടെ അധിവസിക്കുന്ന ആളുകൾക്ക്, ഗ്രഹനാഥനോ ഗ്രഹനാഥകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ പലതരത്തിലുള്ള ദുരിതവും ദുരന്താനുഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം. അതനുഭവിക്കുന്ന ആളുകളുണ്ട്. എങ്കിലും വാസ്തു അനുസരിച്ചൊരു ഗ്രഹം പണിയുമ്പോൾ അതിൽ പല മുറികളും പല സ്ഥലങ്ങളും ഉണ്ട്. അതിൽ ഊണുമുറി എങ്ങനെയാണ് പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഊണുമുറിയൊക്കെ എന്തോ ഒരു ചടങ്ങ് പോലെയാണ് കണ്ടിട്ടുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ. വാസ്തു അനുസരിച്ച് ഊണുമുറി ഗ്രഹത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കുന്നതാണ് നല്ലത്. കാരണം പടിഞ്ഞാറ് ഭാഗത്തെന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ പടിഞ്ഞാറ് കോണിൽ വരുന്ന രീതിയിലായിരിക്കണം ഉചിതം. പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിക്കാൻ ഇനി അസൗകര്യമുണ്ട് എന്ന് വിചാരിക്കാം. ഊണുമുറി പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിക്കാൻ അസൗകര്യമുണ്ട് എങ്കിൽ വീടിന്റെ കിഴക്കോ വടക്കോ ആകാം. കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ആകാം ഊണുമുറി, ഡൈനിങ് ഹാള്. അടുക്കളയുടെ സമീപത്തുള്ള മുറി തന്നെ, ഇപ്പൊ അടുക്കള എവിടെയാണോ അതിന്റെ സമീപത്തുള്ള മുറി തന്നെയാണല്ലോ എല്ലാവരും ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുന്നത്. എങ്കിലും അത് ഊണുമുറി ആക്കിയാല് അവിടെ ആഹാര സാധനങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാനും അത് വിളമ്പി തരാനും വിളമ്പി എടുത്ത് കഴിക്കാനും ഒക്കെ വളരെ സൗകര്യപ്രദമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഊണുമുറി ഡൈനിങ് ഹാള് എപ്പോഴും അടുക്കളയോട് ചേർന്ന് ഇരിക്കുന്നത്. പക്ഷെ അത് പടിഞ്ഞാറ് ഭാഗത്ത് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പടിഞ്ഞാറ് ഭാഗത്താകുമ്പോൾ കിഴക്ക് അടുക്കള വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടെന്ന് വെച്ചാൽ അത്ര ഡിസ്റ്റൻസ് വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് മിക്കവാറും വീടുകളുടെയൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയും പിന്നെ എന്താണ് ആ ഭാഗത്ത് വടക്ക് ഭാഗത്തായിട്ട് ഡൈനിങ് ഹാളും സെറ്റ് ചെയ്യുന്നത്. മകരം രാശിയും ഊണുമുറിക്ക് ഉത്തമമാണ്. മകരം രാശിയാണെങ്കിലും ഊണുമുറി നിർമ്മിക്കാൻ ഉത്തമം തന്നെയാണ്. ഇനി മേശയും കസേരകളും ചതുര ആകൃതി ആയിരിക്കണം. നമ്മൾ ഊണ് കഴിക്കാൻ ഇടുന്ന മേശകള് ചതുര ആകൃതി ആയിരിക്കണം, ഇങ്ങനെ ചതുരത്തിലായിരിക്കണം. അത് വളരെ നല്ലതാണ്, അതാണ് ഉചിതം. വൃത്താകൃതിയോ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് ഊണുമേശ വൃത്താകൃതിയിലാണ്. വൃത്താകൃതിയാണെങ്കിലും ത്രികോണമാണെങ്കിലും ഇങ്ങനെ ഇതായിട്ട് ത്രികോണ രീതിയിലാണെങ്കിലും അത് അശുഭമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ചതുരത്തിലുള്ള ഊണുമേശയാണ് നമുക്ക് ഉചിതമായിട്ട് ഉപയോഗിക്കാൻ നല്ലത്. ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ ഇരിക്കുന്നവര് വടക്ക് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ അഭിമുഖമായിട്ടിരിക്കണം. തെക്കോട്ട് തിരിഞ്ഞ ആരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കരുത്. ഒന്നുകിൽ കിഴക്കോട്ട്, ഏറ്റവും ഉചിതം കിഴക്കോട്ട് വടക്കോട്ടുമാണ്. അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ പടിഞ്ഞാറോട്ടെങ്കിലും ആയിരിക്കണം. തെക്ക് വശത്തേക്ക് തിരിഞ്ഞിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, അത് ഉചിതമല്ല. മേശയും കസേരകളും ഇടുന്നത് ആ രീതിയിലായിരിക്കണം. എങ്ങനെ? തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതി. വടക്ക് കിഴക്ക്, തെക്ക് വടക്കായിട്ട് മേശയും കസേരകളും സെറ്റ് ചെയ്യുക, തെക്ക് വടക്കായിട്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് കസേര ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഊണ് കഴിക്കാൻ തിരിഞ്ഞിരിക്കുന്നത് കിഴക്കോട്ടേക്കായിരിക്കും. കിഴക്കെന്നുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പടിഞ്ഞാറോട്ടേക്കായിരിക്കും. ഇനി ആ തെക്ക് ഭാഗത്ത് ചെയർ ഇട്ടാൽ പോലും അത് വടക്കോട്ടേക്ക് തിരിഞ്ഞാണ് അത് ഉചിതം. ഈ ഭാഗത്ത്, അതായത് ആദ്യം കാണുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, കസേരകൾ ഇടാതിരിക്കുക. അപ്പൊ അങ്ങനെ ഇട്ടാൽ അവിടെ തെക്കോട്ടേക്ക് വരും. അപ്പൊ അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴും കസേര സെറ്റ് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിച്ച് അതുപോലെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ഊണുമുറിയുടെ വാതില്, ഊണുമുറിക്ക് പ്രത്യേകിച്ച് ഒരു റൂം, ഡൈനിങ് ഹാൾ ആണെങ്കിൽ അതിനൊരു വാതിലുണ്ട്. അതിന്റെ വാതില് പ്രധാന ഗ്രഹത്തിന്റെ വാതിലിന് അഭിമുഖമാകരുത്. ഇപ്പൊ കടന്നു വരുന്ന വാതിലിന് അഭിമുഖമായിട്ട് ഇരിക്കരുത്. വാതിൽ പെട്ടെന്ന് കയറി വരുന്ന റൂമിലത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഡൈനിങ് ഹാൾ അത് നേരെ അതിന് അഭിമുഖമായിട്ട് ഇരിക്കരുത്. ഡൈനിങ് ഹാളിന്റെ വാതില് ഇതിന് അഭിമുഖമാകരുത്. വാഷ് ബേസിനാണ് വെക്കുന്നതെങ്കിൽ അത് കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ വരത്തക്ക രീതിയിലായിരിക്കണം വാഷ് ബേസിൻ വെക്കേണ്ടത്. തെക്ക് ഭാഗത്തേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ തിരിച്ച് വാഷ് ബേസിൻ വെക്കാൻ പാടില്ല. ഊണുമുറിയുടെ ഭിത്തികൾക്ക് ഇളം മഞ്ഞ കളറ്, ലൈറ്റ് മഞ്ഞ, ഇളം പച്ച, ലൈറ്റ് പച്ച, ഇളം നീല, അപ്പോൾ ലൈറ്റ് നീല, ലൈറ്റ് പച്ച, ലൈറ്റ് മഞ്ഞ, ഇങ്ങനെയുള്ള കളറുകളൊക്കെ അടിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഊണുമുറി സെറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറേയും കൂടെ കുടുംബത്തില് നല്ല ഒരു ഊർജസ്വലതയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.